നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നടനും DMDK സ്ഥാപകനുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായ അദ്ദേഹം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 20-നാണ് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡിസംബർ 2-ാം വാരമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയത്. ചൊവ്വാഴ്ചയാണ് വിജയകാന്തിനെ വീണ്ടും ആരോഗ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി DMDK അറിയിച്ചത്. അദ്ദേഹം ആരോഗ്യവാനാണെന്നും പരിശോധനകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് പാർട്ടി അറിയിച്ചിരുന്നത്. 80കളിലും 90കളിലും തമിഴ് സിനിമയിൽ സൂപ്പർ താര പദവി കയ്യേന്തിയ ആളായിരുന്നു വിജയകാന്ത്. ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ ആരാധകർ അഭിസംബോധന ചെയ്തിരുന്നത്. അനാരോഗ്യം മൂലം ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. പ്രേമലതയാണ് ഭാര്യ. ഷൺമുഖ പാണ്ഡ്യൻ, വിജയപ്രഭാകരൻ എന്നിവർ മക്കളാണ്. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. 1.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. MLA KT ജലീൽ അധ്യക്ഷത വഹിക്കും. മണ്ഡലം MP ET മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരിക്കും. ബ്ലോക്ക് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് വട്ടംകുളത്തു നിന്നും ഘോഷയാത്ര ആരംഭിച്ച് FHCയിൽ 4:30 മണിക്ക് എത്തിച്ചേരും. ഘോഷയാത്രയിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, മറ്റു സാമൂഹ്യ പ്രവർത്തകരും അണിനിരക്കും. തുടർന്ന് നടക്കുന്ന യോഗത്തിൽ തുടർച്ചയായി 4 വർഷം ഓവറോൾ ചാമ്പ്യന്മാരായ ഭിന്നശേഷി കുട്ടികളെ ആദരിക്കും. ജീവിതശൈലി രോഗപ്രതിരോധത്തിന് വട്ടംകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹാപ്പി ലൈഫ് എന്ന ക്യാമ്പിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് കഴുങ്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു. CMO മുഹമ്മദ് ഫസൽ, മുൻ പ്രസിഡന്റ് ശ്രീജ പാറയ്ക്കൽ, പത്മ മെമ്പർ, റാബിയ മെമ്പർ, CDS പ്രസിഡന്റ് കാർത്തിയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റം വന്നതിന് ശേഷം 2018 ശേഷം നമ്മുടെ ഹെൽത്ത് സെന്ററിൽ ഒരുപാട് സ്ഥലപരിമിതികളും പ്രയാസങ്ങളുണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമുക്ക് അർബൻ മിഷനിൽ നൽകിയിട്ടുണ്ടായിരുന്ന 1,15,00,000 രൂപ കിട്ടിയത് വളരെ ഭംഗിയായിട്ട് ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മിച്ച് 5,600 സ്ക്വയർ ഫീറ്റ് പണി പൂർത്തീകരിച്ച് അത് വരുന്ന 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി നാടിന് സമർപ്പിക്കുകയാണ്. CCTV ന്യൂസ്, തൃത്താല. മുതുതല കാരക്കൂത്ത് തിരുവേഗപ്പുറ റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പുരോഗമിക്കുന്നു. 1 വർഷമായി തുടങ്ങിയ നവീകരണ പ്രവൃത്തികളിൽ ആദ്യഘട്ട ടാറിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. മുതുതല തിരുവേഗപ്പുറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാരക്കുത്ത്, മാഞ്ഞാമ്പ്ര, വിളത്തൂർ, തിരുവേഗപ്പുറ റോഡിന്റെ ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീണ സദക് യോജന പദ്ധതി പ്രകാരം 4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. 1 വർഷം മുമ്പേ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും പല കാരണങ്ങളാലും നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെട്ടു. ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ഇവിടെ അരങ്ങേറുകയുണ്ടായി. തുടർന്ന് ജില്ലാ കളക്ടറും VK ശ്രീകണ്ഠൻ MPയും ഇടപെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. വിളത്തൂർ പറളിപ്പടി മുതൽ കാരക്കുത്ത് വരെയുള്ള 5 കിലോമീറ്ററോളം ദൂരത്താണ് ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഇതോടൊപ്പം വിളത്തൂർ പള്ളിപ്പടി മുതൽ തിരുവേഗപ്പുറ വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവൃത്തികളും ആരംഭിക്കുന്നുണ്ട്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പലയിടത്തും അഴുക്കുചാലുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മിക്കാം ഒത്തുകൂടാം എന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി SSR ജാക്ക് ഫ്രൂട്ട് ഫാമിൽ പ്ലാവിൻ ചുവട്ടിലിരുന്ന ഷിജോയ് തോലത്തിന്റെ അധ്യക്ഷതയിൽ ആഘോഷ പരിപാടികൾ നടത്തി. മൺമറഞ്ഞുപോയ സഹപാഠികൾക്കും അധ്യാപകർക്കും സ്മരണാഞ്ജലി അർപ്പിച്ചു. ജോയ് കോഴിക്കോട് കേക്ക് മുറിച്ച് സഹപാഠികൾക്ക് മധുരം നൽകി. സ്കൂൾ പഠനകാലങ്ങളിൽ കഴിച്ചിരുന്ന പഴയകാല മിഠായികളും ഒരുക്കിയിരുന്നു. ക്രിസ്മസ് സാന്റോ സമ്മാനങ്ങളും ചക്കപ്പായസവും വിതരണം ചെയ്തു. സ്നേഹവിരുന്നുമുണ്ടായി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുതിയ ഭാരവാഹികളായി രക്ഷാധികാരി ഷിജോയ് തോലത്ത്, പ്രസിഡന്റ് TK ബാലൻ, വൈസ് പ്രസിഡന്റ് K രാധിക, സെക്രട്ടറി ബേബി മേക്കാട്ടുകുളം, ജോയിന്റ് സെക്രട്ടറി സജി ചെറുവത്തൂർ, ട്രഷറർ KK പ്രഭാകരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തിരുവേഗപ്പുറ വിളത്തൂർ ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സാഹിത്യകാരൻ P സുരേന്ദ്രൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളത്തൂർ ALP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് 100-ാം വാർഷികം കൊണ്ടാടുന്നത്. സാഹിത്യകാരൻ P സുരേന്ദ്രൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഹജ്ജ് കർമ്മത്തിന്റെ പല രീതികൾക്കും ബ്രാഹ്മണ ആചാരങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ഇല്ലേ? ആ
ഒരുപാട് ബന്ധമുണ്ട്. അതിന്റെ അർത്ഥം ബ്രാഹ്മണൻ നിന്ന് കടം കൊണ്ടതാണെന്നോ അങ്ങനെയൊന്നും അല്ല. അതായത് ഇതിലൊക്കെ പൊതുവായ ചില രീതികൾ ലോകത്ത് എല്ലായിടത്തും കാണാനായിട്ട് പറ്റും. ഞാൻ വളരെ ഫലമായിട്ട് യാത്ര ചെയ്യുന്നതാണ്, എല്ലായിടത്തും കാണാൻ പറ്റും. അതിൽ മൂപ്പളമ തർക്കമൊന്നും നടത്തണ്ട. മറിച്ച് ഇത്തരത്തിലുള്ള സാധർമ്യങ്ങൾ കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? നമുക്കൊക്കെ അടുത്ത് നിൽക്കാനുള്ള സാഹചര്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനെപ്പോഴും ഇന്നലെ ഞാനൊരിടത്തൊരു പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ പങ്കുവച്ചു. എന്താ സ്വപ്നം എന്നറിയാം? ഒരു വീട്ടിൽ തന്നെ വിവിധ മതസ്ഥരായ ആളുകൾ, ഒരൊറ്റ വീട്ടിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ വിവിധ മതസ്ഥരായി ജീവിക്കുന്നതാണ് എൻ്റെ സ്വപ്നം. എന്താ അങ്ങനെ കഴിയണമെന്നുള്ളത്. പക്ഷെ അത് സാധിക്കില്ല. ഞാൻ കുട്ടികളോടൊക്കെ സ്കൂളുകളിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഏറ്റവും വലിയ സ്വപ്നം കുട്ടികളോട് ഞാൻ പങ്കിടുമ്പോൾ ഞാൻ പറഞ്ഞ അതിരുകൾ മാഞ്ഞു പോകുന്നതാണ് എൻ്റെ സ്വപ്നം, രാഷ്ട്രാതിഥികൾ മാഞ്ഞു പോകുന്നതാണ് എൻ്റെ സ്വപ്നം. പറവകളെ പോലെ വിസയും. ചടങ്ങിൽ സ്വാഗതസംഘം ചെയർമാൻ എം ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. കൺവീനർ നിസാർ പറളി, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ടി മുഹമ്മദ് കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി അംസ, യു പി രാമദാസൻ, ഇ കെ സുനിത, സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുൽ നാസർ മുറ്റേക്കാട്ടിൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകുമാർ, മദർ പി ടി എ പ്രസിഡന്റ് റജീന, ലത്തീഫ് മാഞ്ഞാമ്പ്ര, സ്റ്റാഫ് പ്രതിനിധി ഉഷ, രഞ്ജിത്ത്, നാസർ പാറക്കൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും നടന്നു. ചിരിയും ചിന്തയും എന്ന വിഷയത്തിലായിരുന്നു ബോധവൽക്കരണം. അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉണ്ടായിരുന്നു. സ്വാമി അയ്യപ്പനെ കണ്ട് തൊഴാൻ 25 വർഷമായി ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് കാൽനട യാത്ര ചെയ്യുന്ന 7 അംഗ സ്വാമിമാർ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെത്തി. മലബാറിലെ ചെർപ്പുളശ്ശേരി ശബരിമല അയ്യപ്പൻ കാവിൽ നിന്നാണ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ 65 വയസ്സുള്ള വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം കെട്ടുനിറച്ച് യാത്ര തിരിച്ചത്. ലക്ഷദ്വീപിലുള്ള ദിവാകരൻ, രാധാകൃഷ്ണൻ, പ്രകാശൻ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. 25 വർഷമായി ഈ സംഘം കാൽനടയായാണ് ശബരിമല ദർശനത്തിന് പോകുന്നത്. പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ മാനേജർ എം എ രാജു, സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. വിളയൂർ എടപ്പലം മുത്തശ്ശിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി ആഘോഷിച്ചു. വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവും പൂരക്കാഴ്ചയും ഒരുക്കി. എടപ്പലം മുത്തശ്ശിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രതന്ത്രി കാരടി പടിഞ്ഞാറത്ത് മനക്കൽ ചങ്കുണ്ണി നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി അനീഷ് എംബ്രാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വൈകുന്നേരത്തോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വേലവരവും നടന്നു. തിറക്കളി, ഇണക്കാളകൾ തുടങ്ങിയവ വേലവരവിന് മാറ്റേകി. രാത്രി ചുറ്റുതാലപ്പൊലി, മാളംകോട്ടയിലേക്ക് നായേറ്റം എഴുന്നള്ളിപ്പ് തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു.
ഭാഗമായി ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര താലപ്പൊലി മഹോത്സവം നടന്നു. നിരവധി സ്ത്രീകൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണൻ ചന്ദ്രൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് താലമേന്തിയുള്ള ദീപകാഴ്ചയും ഉണ്ടായി. അതിഗംഭീരമായ മേളവും അത്താഴപൂജയും കളമെഴുത്ത് പാട്ട്, താലം എഴുന്നള്ളിപ്പ്, താലം ചുരിയൽ എന്നിവയും ഉണ്ടായി. ചാലിശ്ശേരി കവുക്കോട് ദേശത്തെ പ്രമുഖ തറവാടായ കൊല്ലഴി മങ്ങാട്ട് കുടുംബത്തിന്റെ ആദ്യ കുടുംബസംഗമം ചാലിശ്ശേരി പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ KM കമലാക്ഷിയമ്മ, N കണ്ണനുണ്ണി നായർ, MK അച്യുതപ്പണിക്കർ, KM ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് KM നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KM ജ്യോതി പ്രകാശ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ രാധാമണി അയ്യങ്കലത്ത്, KM ചന്ദ്രൻ, പ്രിയേഷ് B നായർ, ജിതേഷ് മങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി സെക്രട്ടറി KM വേണുഗോപാലൻ സ്മരണിക പ്രകാശനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തലും ഉണ്ടായി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.